വേൾഡ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളറിംഗ് ആണ്. എന്റേതും അല്ലുൻ്റെതുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ പഠിച്ചിരിക്കുന്നത് സ്ട്രീക്സിന്റെ ഹെയർ കളറാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് എഴുതിയിട്ട് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് സ്റ്റെപ്പ് 1 എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പൗഡറും ഈ ഒരു ബോട്ടിലാണ് കിട്ടിയത്. അപ്പൊ ആദ്യം തന്നെ പൗഡർ പൊട്ടിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ബോട്ടിൽ അതിനകത്ത് എന്തോ ക്രീം പോലെയായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ആക്കേണ്ടത്. അതിനുശേഷം ഗ്ലൗസ് ഇട്ട് കൊടുത്ത് പിന്നെ ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് വേണ്ട അത്ര ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വര വരും. അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേമാതിരി ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കളറ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പർപ്പിളാണെന്ന് കളറ്, കാരണം അതിന്റെ ഷെയ്ഡ് പേർപ്പിൾ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേർപ്പിൾ ആണെന്ന് വിചാരിച്ചത്. പക്ഷെ പേർപ്പിൾ അല്ലായിരുന്നു ഗൈസ്. ഏത് കളറാണെന്ന് നിങ്ങൾ ലാസ്റ്റ് കാണൂ ഗൈസ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചെയ്ത് അത്രയും വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ അടി മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, അത് കാരണം നമ്മൾ ഇങ്ങനെ അടി മാത്രം ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തു. ഇങ്ങനെ ഫോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മളിതാ അത് ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ നിന്ന് അഴിച്ച് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി ഡ്രൈ ആക്കി. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയില്ലേ, അല്ലുവിൻ്റെ അടിപൊളിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് പോവാം. അല്ലുമോളുടെ മുടിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവളെ ഹെയർ ഞാൻ കാണിച്ചു തരാം. ആണ് ഗൈസ്, നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലുവിൻ്റെ, കണ്ടോ. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 എടുക്കാം. സ്റ്റെപ്പ് 2 എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അവിടെ ആ സൈഡിൽ ഇങ്ങനെ ചെന്നിരിക്കുന്നുണ്ട് അവിടെ. ഇതാണ് സ്ട്രീക്സിൻ്റെ സ്റ്റെപ്പ് 2. അപ്പോൾ അത് തുറക്കുമ്പോൾ ഒരു കളർ ആൻഡ് ക്രീം എന്നും പറഞ്ഞൊരു ക്രീമും പിന്നെ ഒരു കണ്ടീഷണറിൻ്റെ സംഭവമാണ്. ആ കളർ ആൻഡ് ക്രീമിനകത്ത് ഇങ്ങനെ ആയിരുന്നു കേട്ടോ, ഒരു റെഡ് കളറ്. അപ്പോൾ നമുക്കതും ഇങ്ങനെ ഫോയിൽ പേപ്പറിൻ്റെ അടിയിൽ വെച്ച് നല്ലപോലെ തേച്ച് കൊടുക്കാം. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ഫോയിൽ പേപ്പറിൽ ഫോൾഡ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യാം. നല്ല അടിപൊളി കളറായിരുന്നു കേട്ടോ. നമ്മൾ തുറന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പംകിൻ ഓറഞ്ച് കളറാണ് ഇത്, കാരണം ആ ബോക്സിൽ അങ്ങനെയാണ് എഴുതിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് നേരെ വാഷ് ചെയ്തു, കണ്ടില്ലേ. പിന്നെ നമ്മൾ ഷാമ്പു ഇട്ട് കഴുകിയിട്ടോ. അതിനുശേഷം കണ്ടീഷണർ, നമ്മൾ കളർ ചെയ്ത ഭാഗത്തൊക്കെ കണ്ടീഷണർ ഇട്ടിട്ട് തേച്ചിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കണ്ടീഷണർ ഇട്ടിട്ട് ഹെയർ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഡ്രൈ ആക്കാം. ഡ്രൈ ആക്കിയാലാണ് കേട്ടോ കറക്റ്റ് കളർ കിട്ടുക. നമ്മൾ ഡ്രൈ ആക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അല്ലൂസിൻ്റെ. ഡ്രൈ ആക്കി കഴിഞ്ഞ് ഈരിയപ്പോഴും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ. എന്തോ ഒരു സോഫ്റ്റ്നെസ്സോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെതും ഡ്രൈ ആക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഉമ്മച്ചി എൻ്റെ ഡ്രൈ ആക്കി കൊണ്ടുതരായിരുന്നു. ഇപ്പോൾ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ എൻ്റെ ഹെയർ ഇങ്ങനെയുള്ളത്, കണ്ടില്ലേ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയർ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇത്ര അടിയിൽ ചെയ്യാൻ കാരണം ആപ്പച്ചിക്ക് ഇഷ്ടമില്ല ഞങ്ങൾ മുടി കളർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആപ്പച്ചി ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ചെയ്തിട്ട് ആപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്ത് കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.